തിരുവനന്തപുരം വെട്ടിക്കാട് കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ മനോഹരമായ ദേവാലയം ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന മത്സ്യത്തൊഴിലാളികളായ ഇടവക ജനങ്ങളുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്. ഈ കടൽ പോലെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ നിറഞ്ഞതാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും ജീവിതം. പലപ്പോഴും മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാതെ ഇതുപോലെ വള്ളങ്ങൾ കരയിൽ തന്നെയാണ്. എങ്കിലും ദാരിദ്ര്യത്തിലും തങ്ങളുടെ വിശ്വാസം പ്രഘോഷിക്കുന്നതിൽ അവർ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. ഈ മനോഹര ദേവാലയം ഇന്ന് തിരുവനന്തപുരം ലത്തീന ധ്രുവതയിലെ ദിവസവും ആയിരക്കണക്കിന് വിശ്വാസികൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ദേവാലയത്തിന്റെ താഴ്ഭാഗത്തായി ആരാധനാക്രമ വസ്തുക്കളുടെ ഒരു മ്യൂസിയവും നിത്യാരാധന ചാപ്പലും ഒരുക്കിയിട്ടുണ്ട്. വെട്ടിക്കാട് പള്ളിയുടെ അടുത്ത് തന്നെയായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹരമായ തീരദേശ ഇടവക ദേവാലയമാണ് വലിയ വേളിപ്പള്ളി. വിശുദ്ധ തോമാശ്ലീഹയുടെ നാമത്തിൽ സ്ഥാപിതമായതും വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ ശക്തിയിൽ പ്രസിദ്ധമായതുമായ വലിയ വേളി തീർത്ഥാടന കേന്ദ്രമാണിത്. തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ഇതുപോലെ മനോഹരമായൊരു ദേവാലയം നിർമ്മിക്കാൻ ഈ ഇടവക സമൂഹം തീരുമാനിച്ചതിനെക്കുറിച്ച് ഇടവക വികാരി ഫാദർ സാജു റൊണാൾഡ് മനസ്സ് തുറന്നു. 1400-ലധികം കുടുംബങ്ങൾ 32 അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളിലായി 6000-ലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കടലോര ഗ്രാമമാണ് വലിയ വേളി സെന്റ് തോമസ് ഇടവക. ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം മത്സ്യസമ്പത്തും ഒപ്പം BSSCയിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങളും വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങളുടെയും വരുമാനമാണ് ഈ ഇടവകയുടെ മുഖ്യ സ്രോതസ്സ്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 6000-ലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രകടമായ ഒരു പ്രതിഫലനമാണ് ഈ ദേവാലയം. വിവിധ കുടുംബത്തിൽപ്പെട്ടവരായാലും വിവിധ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരായാലും വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരായാലും ഞങ്ങളെല്ലാം ഒരുമിപ്പിക്കുന്ന ഒന്നാക്കുന്ന ഒരു വികാരമെന്ന് പറയുന്നത് ഈ ദേവാലയവും ഈ ദേവാലയ പരിസരങ്ങളാണ്. ഈ വലിയ ഇടവകയുടെ വിശ്വാസത്തിൻ്റെ ആഴം അറിയണമെങ്കിൽ ഈ ദേവാലയവും ഈ ദേവാലയത്തിൻ്റെ പരിസരവും മനസ്സിലാക്കിയാൽ കണ്ണോടിച്ചാൽ എല്ലാവർക്കും ബോധ്യമാണ്. ഈ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ഓരോ ദിവ്യബലിയർപ്പണത്തിലും, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലുള്ള ബലിയർപ്പണത്തിലൂടെ ജനങ്ങളുടെ നിറസാന്നിധ്യം കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ ദേവാലയം തന്നെയാണ്. ഇതിനു മുമ്പ് ഈ മനോഹരമായ ദേവാലയത്തിന് മുമ്പ് ഈ ഇടവകയിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിൽ ഈ ജനങ്ങളെ ഉൾക്കൊള്ളാൻ ആ ദേവാലയത്തിന് സാധിക്കുമായിരുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വലിയൊരു പള്ളി നിർമ്മിക്കാനായി ഇടവക ജനങ്ങൾ തീരുമാനിക്കുകയും ഒരേ മനസ്സും ഒരേ ഹൃദയവുമായി ആ ജനങ്ങളെല്ലാവരും ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു ദേവാലയം നിർമ്മിക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. ദേവാലയത്തിന് വേണ്ടി എന്തും കൊടുക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ വലിയ വേളി ഇടവകയിൽ. ദേവാലയത്തിന് വേണ്ടി എന്തും കൊടുക്കുന്നത് വെച്ചാൽ അതിനർത്ഥം ആഴമായ ദൈവത്തിലുള്ള വിശ്വാസം. എല്ലാ കാര്യങ്ങളിലും ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളെ വഴി നടത്തുന്നു എന്ന ഉറച്ച ബോധ്യമാണ് ഈ ദേവാലയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഈ വിശ്വാസ സമൂഹം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഇടവകയ്ക്ക് ദൈവം നല്ലോണം ചൊരിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ഇടവക കാണുന്ന എന്തെങ്കിലും ഉന്നതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ്. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ കൊണ്ട് നടക്കുന്ന, ദൈവത്തെ വിചാരത്തിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹം ഈ വലിയ വേളി ഇടവകയിൽ ഉള്ളതാണ് ഈ ഇടവകയുടെ ഏറ്റവും വലിയ സമ്പത്തായി ഞാൻ പലപ്പോഴും കാണാറുള്ളത്. സഭയുടെ ഏത് പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഇടവകയുടെ ഏത് പ്രവർത്തനത്തിനും എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന വിശ്വാസ സമൂഹം. ഏതൊരാവശ്യം പറയുമ്പോഴും ആതുരാലയങ്ങൾക്കായിരുന്നാലും ദേവാലയ നിർമ്മാണങ്ങൾക്കായിരുന്നാലും അതുപോലെ കാരുണ്യ പ്രവൃത്തികൾക്കായിരുന്നാലും ഏതൊരു കാര്യം പറയുമ്പോഴും മനസ്സോടുകൂടി ഉദാരമായി സംഭാവന ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹം. ആർത്തിരമ്പുന്ന കടലിൽ ആടി ഉലയുന്ന തോണി പോലെയാണ് ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതം. എങ്കിലും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ തങ്ങളുടെ ജീവിതത്തിന്റെ തോണിയിൽ തലചായ്ച്ചുറങ്ങുന്നുണ്ട് എന്ന വിശ്വാസമാണ് തങ്ങളുടെ ഇല്ലായ്മയിലും ഇതുപോലെ മനോഹരമായ വിശ്വാസ നിർമ്മിതികൾക്ക് രൂപം കൊടുക്കാൻ മത്സ്യത്തൊഴിലാളികളെ പ്രേരിപ്പിക്കുന്നത്. ഈ വിശ്വാസം നമുക്കെല്ലാം മാതൃകയായി തീരട്ടെ. ഷിഗേന ന്യൂസ്, തിരുവനന്തപുരം.